നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ചേനയുണ്ട്, കായുണ്ട്. അപ്പം ചേനയും കായും കൊണ്ട് നല്ലൊരു കാളുണ്ടാക്കാം. അത് ഞാൻ ചെയ്യാം. ഇത് പടവലങ്ങ മതിയാവില്ല, കായ പഴുത്തു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുകൊണ്ട് കാളനുണ്ടാക്കാം. പിന്നെ കൊപ്പക്കായും പയറും കൂടിയിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. റാഗി ദോശയുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ റാഗി ദോശ പരത്തലും ചുടലും അവിടെ നടക്കും. ഇപ്പുറത്താണെങ്കിൽ നമുക്ക് കഷ്ണം നുറുക്കും ചെയ്യാം അല്ലേ. അതിന് സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ചട്നി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വച്ചിട്ടുണ്ട്. പാടത്ത് കണ്ടു ആദ്യമായി ഈ ചേന ഉണ്ടല്ലോ, ഈ ചേന നന്നായിട്ട് ഉണങ്ങി പോലെയുണ്ട് കേട്ടോ. 2-3 ദിവസമായി മുറിച്ചിട്ടെന്ന് തോന്നണത്. അപ്പോൾ വേവാൻ ഇത്തിരി താമസം ഉണ്ടാവും. അത് നുറുക്കുമ്പോൾ തന്നെ നമുക്കറിയാം. 2 വിസിലുകൊണ്ട് വേവാൻ സാധ്യതയില്ല, 2 or 3 ഒക്കെ വേണം. ഇതിമധികം വെള്ളമില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് കൈ ചൊറിയില്ല കേട്ടോ. അങ്ങനെ ഗുണമുണ്ട്. പുത്തൻ ചേനയാണെങ്കിൽ ചൊറിഞ്ഞിട്ട് ഒരു പരുവാവും. ഇനി നമുക്ക് ഒരു നേന്ത്രക്കായാണ് തൊണ്ട് പൊളിച്ചിട്ട് ഇതിൽ കഷ്ണങ്ങളാക്കിയിടാം. ചേനയും കായയാണ് കാളൻ്റെ ഏറ്റവും നല്ല കഷ്ണങ്ങൾ. നേന്ത്രക്കായും ചേനയും ഓണത്തിനാണ് കായും ചേനയും കൂടിയിട്ട് കാളം വയ്ക്കുക. പിന്നെ അതുപോലെ സദ്യകൾക്കൊക്കെ ഉണ്ടാക്കും. പക്ഷെ വിഷുവിന് മാമ്പഴക്കൂട്ടാനാണ്. ഈ ചീനച്ചട്ടിലേക്ക് ഇടാം നുറുക്കിയ ചേന. എന്നിട്ട് കഴുകാം. കായ ഇതുപോലെ ഉണ്ടാക്കി പൊളിച്ചിട്ട് വലിയ കഷ്ണങ്ങളാക്കി ഇടാം. കായും ചേനയും നുറുക്കി നമുക്കത് കഴുകി കുക്കറിലിടാം. കൊപ്പക്കായും പയറും വയ്ക്കാനുള്ള പയറ് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ട്. പയർ നുറുക്കിക്കൊണ്ട് വരുന്നുണ്ട് ജയശ്രീ. പയർ വെന്തു. ഇതിലിട്ടിട്ട് ഒരു വിസിൽ. വേവിച്ച പയറിലേക്ക് നുറുക്കി കഴുകിയ കൊപ്പക്കായ ഇട്ടു. ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി ചതച്ച് അത് മെഴുക്ക് പുരട്ടാം. മെഴുക്ക് പുരട്ടി കഴിഞ്ഞു. അത് ഞാൻ വാങ്ങി ഇങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ ഉപ്പേരി, അതായത് മെഴുക്ക് പുരട്ടി റെഡിയായി കഴിഞ്ഞു. ഇനി കാണാൻ ചേന കായ ഒക്കെ നുറുക്കി കഴുകി പാത്രത്തിൽ കുക്കറിലിട്ടു. അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു. കുറച്ച് മുളക് പൊടി ഇടാം, കാരണം പച്ചമുളക് അരയ്ക്കും. ഇതിനകത്ത് കുരുമുളകൊക്കെ അരയ്ക്കുമല്ലോ, അപ്പോൾ എരിവുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എരിവ് കുറവുള്ള ഈ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് ലേശം 1 ടീസ്പൂൺ ഇട്ടു കേട്ടോ. ഉപ്പിടണം. ഉപ്പിട്ടു. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ
നന്നായിട്ട് ഒരു 2 ദിവസം ആയി മുറിച്ചിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വേവായിട്ട് താമസം വരാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് കുക്കറിൽ 2 വിസിൽ വരുത്താം. കത്തിക്കാം, വെച്ചു. അപ്പോൾ അത് വേവട്ടെ. പിന്നെ നമ്മൾ നല്ല ചൂടല്ലേ, സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം ആക്കിക്കോളൂ കേട്ടോ. സംഭാരം നമുക്ക് കൊടുത്തോളൂ. ഓ, വലിയ ഗ്ലാസ്സിലൊക്കെ കുടിക്കാനായിട്ട് ചെറുതൊക്കെ ആരില്ല. സംഭാരം വേണോ? സംഭാരം വലിയ ഗ്ലാസ്സിൽ വേണോ അല്ലേ? ചെറിയ ഗ്ലാസ്സിലായാലും ഒന്നും ദാഹം മാറില്ല. അത്രയധികം ചൂടാ. എങ്ങനെയാ തൃശ്ശൂർ നിന്നൊക്കെ പോണേ അല്ലേ? അപ്പോൾ നമ്മളിന്ന് വെക്കാന്ന് വെച്ചത് മുതിരയും കൊപ്പക്കായും കൂടി വെക്കാന്നാ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് മോരൊഴിച്ചിട്ടുള്ള കാളനല്ലേ. മോരും മുതിരയും കൂടി ചേർക്കാന്നല്ലേ പറയാ. മോരും മുതിരയും വിരുദ്ധ ആഹാരങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ മുതിര പകരം പയറിട്ടു. നല്ല സൂപ്പർ പയറ് കൊപ്പക്കായ മെഴുക്ക് വരട്ടി അത് തയ്യാറായി. ഇങ്ങോട്ട് നീക്കി വെക്കാം. പിന്നെ ഇത് വേവട്ടെ. ഞാനും ഒരു ഗ്ലാസ് സംഭാരം കുടിക്കട്ടെ കേട്ടോ. ഓരത്തിന് സംഭാരം ഉണ്ടാക്കി വയ്ക്കില്ലേ, അത് ഉണ്ടാക്കി വെച്ചതാട്ടോ. സൂപ്പർ ഇഞ്ചി, പച്ചമുളക്, നാരകത്തിൻ്റെ ഇല ഒക്കെ ഇട്ട സംഭാരമാണ്. കുടിച്ചോളൂ. ഇപ്പം എല്ലാവർക്കും കുരുമുളക്, പച്ചമുളക്, പിന്നെ ജീരകം, 1 സ്പൂൺ ജീരകം കൂടി ചേർത്ത് അരയ്ക്കാം. ഇതിൽ സ്പൂൺ എടുക്കാം അല്ലേ? ഇതിൽ 1 സ്പൂൺ ഇട്ടോളൂ. 1 സ്പൂൺ 2 സ്പൂൺ വരുന്നുണ്ടോ? തുറക്കാറാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് നെല്ലിക്ക കറി ഉണ്ടാക്കാം. നമ്മുടെ കുറച്ച് നാൾ മുമ്പ് പുഴുങ്ങിയിട്ട് വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ച നെല്ലിക്കയാണിത്. നമുക്കിതെടുത്തിട്ട് കറി ഉണ്ടാക്കാം. വെന്ത നെല്ലിക്ക ആയതുകൊണ്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണത്. നെല്ലിക്ക മതി. നമുക്കിത് കഷ്ണങ്ങളാക്കാം കേട്ടോ. എന്താ എന്ത് സുഖമായിട്ടുണ്ടാക്കാം.
ഒക്കെ എടുത്ത് വയ്ക്കാം. ഇനി പിന്നെ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോണത് നെല്ലിക്ക എടുത്തു. ഒരു 15 നെല്ലിക്ക ആണ്, ചെറുനെല്ലിക്കാണ് കേട്ടോ. അതിൻ്റെ അല്ലികൾ അടർത്തിയിട്ടു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, നല്ല കളർ കിട്ടാനാണ്. 1 സ്പൂണ് മുളക് പൊടി, ഞാൻ സാധാരണ മുളക് പൊടി ഇടുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ഉലുവ, കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കാം. പാത്രം ചൂടായി, വെളിച്ചെണ്ണ ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഇപ്പം ചൂടായിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം എന്താ ഗുണമെന്ന് വെച്ചാൽ മുളകൊക്കെ മൊരിയും. ഇത് കുറച്ച് വെള്ളം ഒഴിക്കണം, ചൂടുള്ള വെള്ളം. ഞാൻ അടുപ്പത്ത് തന്നെ ഇത്തിരി വെള്ളം വയ്ക്കാൻ പോവാണ്. വെള്ളം തിളച്ചു, ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം. എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ എരിവിടാം. പൊടി വേണം. ഉപ്പിട്ടു. എരിവുണ്ട്. എരിവിട്ടാലേ ഇതൊന്നിരുന്ന് കുറുതാവും. അപ്പോൾ നല്ല കൊഴുകൊഴുത്ത ഗ്രേവി ആയിത്തീരും. ഉള്ളിപ്പിടുമ്പോഴുണ്ട് വരുന്നത്. നെല്ലിക്ക വെന്തതാണ്. നല്ല സ്വാദുള്ള നെല്ലിക്ക കറി, നമ്മുടെ ട്രഡീഷണൽ നെല്ലിക്ക കറി. എന്തായി നോക്കണ്ടേ? ഇപ്പോൾ കുഴപ്പമില്ല, വെന്തു. മോരൊഴിക്കാം. മോരൊഴിച്ചു. തീ കത്തിക്കാം, ഒന്ന് തിളക്കട്ടെ. തിളച്ചു. അരച്ച് വെച്ച് ഒഴിക്കാം കേട്ടോ. നാളികേരം, ജീരകം, കുരുമുളക്, പച്ചമുളക് എല്ലാതും ചേർത്ത് വെച്ചത് കൂടി മോര് കൂട്ടിട്ട് അരച്ചേക്കണത്. അപ്പോൾ ഒന്ന് തിളക്കണം. നാളികേരം അരച്ചത് ഒഴിച്ചിട്ടുണ്ട്. ഇത് തിളച്ച് തുടങ്ങിയിട്ട് ഓഫാക്കാം. കടുക് വറുത്തിടാം. തീ കത്തിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടായി, കടുകിടാം. 1, 2, 3 സ്പൂൺ കടുകിട്ടു. പുഷ്പം വായിച്ചിട്ടുണ്ട്. ഉലുവയിട്ടു. വറ്റൽ മുളക് പൊട്ടിച്ചിടാം. കറിവേപ്പില ഓഫാക്കാം കേട്ടോ. ഓഫാക്കി കറിവേപ്പിലയും
ശിവ. ഇന്നുണ്ട് അവിടെ പൂരം. കാളൻ അവിടുന്ന് ആൾക്കാരൊക്കെ വരും, കുറേ വരും. നടന്ന് വരണമെന്ന് മാത്രം. ഇപ്പം നമ്മുടെ ഭക്ഷണം എന്താ, സിമ്പിളാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. കാളൻ ചേനയും കായും കൂടി കാളൻ വെച്ചു, കൊപ്പക്കായും പയറും കൂടി മെഴുക്ക് പുരട്ടി വെച്ചു, നെല്ലിക്ക അച്ചാർ വെച്ചു. ഇത്ര മതിയില്ലേ ഊണ് കഴിക്കാനായിട്ട്? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരമാണ്. സംഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ മാത്രം നമുക്ക് ഭക്ഷണം കഴിക്കാം. സൂപ്പർ അച്ചാർ അല്ലേ? ഓക്കെ, നിങ്ങളുണ്ടാക്കി നോക്കൂ കേട്ടോ. എളുപ്പമാണ്, അധികം ചിലവൊന്നുമില്ല, നല്ല സ്വാദുള്ള ഭക്ഷണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ.